ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണ്. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനെന്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ആംഗ്യം കാട്ടി പറയണത് എന്ന് മനസ്സിലായോ കൂട്ടുകാർക്ക്? ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസം. അന്നത് ആ മക്കൾ നല്ല ഉറക്ക സമയമാണെങ്കിൽ 9 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്ര നേരമൊക്കെ മക്കളെ കിടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വേറെ ഒന്നല്ല, ഓല അവിടെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ, ഇന്നത്തെ ദിവസം കൂടെ അല്ലേ എന്ന് വിചാരിച്ച് ഞാനും ഓല വിളിക്കാനൊന്നും പോയില്ല കേട്ടോ. എണീക്കുമ്പോൾ എണീക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അന്നത്തെ ദിവസമാണ് ലാസ്റ്റ് പണി ഉള്ളത്. അതായത് നമുക്ക് കുറച്ച് ബാക്കി തേപ്പും കൂടെ ഉണ്ടേന്നല്ലോ. അന്ന് നമുക്ക് പണിക്കാരുണ്ട് കേട്ടോ, 5 ആൾക്കാരുണ്ട് പണിക്കാർ. അപ്പോൾ നമ്മൾ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ജഗ്ഗിൽ ചായ ആക്കിയിട്ടുണ്ട്. പിന്നെ ബേക്കറി ആട്ടോ, രാവിലെ ഒരു 9 മണി 8:45 ആ ഒരു സമയത്താട്ടോ നമ്മൾ ചായയും കടിയും കൊടുക്കണത്. അപ്പം നമ്മൾ ആദ്യം ബേക്കറിയാണ് കേട്ടോ കൊടുക്കണത്. ഓല് വന്നാൽ ചോദിക്കല്ല, ഫസ്റ്റ് ദിവസം തന്നെ ചോദിച്ചിരുന്നു, കാക്ക ചായ ചായ മിച്ചർ മിച്ചർ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഒരു 9:30 ആയപ്പോൾ ചായയും കടിയാക്കി. ഇന്നിപ്പോൾ ബിസ്ക്കറ്റ് കുറവാട്ടോ, അതുകൊണ്ട് ഇതാ ആ നുറുക്കുണ്ടല്ലോ, എന്തോ അതിൻ്റെ പേര് എനിക്കറിയില്ല, ബിസ്ക്കറ്റ് അല്ലാത്ത വേറൊന്ന്, അതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ കൊടുത്തു. ഗ്ലാസ് ഇത് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ചായയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിഷ്ണുവിനോട് പറയാം ചായ ഗ്ലാസ് കൊണ്ടു കൊടുക്കും കുഞ്ഞേന്ന്. അപ്പോൾ വിഷ്ണു അങ്ങനെ ഗ്ലാസ് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനല്ല കുഞ്ഞെ പിടിക്കല്, അതിൻ്റെ ബാക്കിൽ പിടിക്കുക, ഉള്ളിൽ കൈയിടല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഒന്നും കൂടെ ഒലിമ്പിയാണ്ടാട്ടോ പിന്നെ ഗ്ലാസ് അവിടെ കൊണ്ടുപോയി കൊടുത്തത്. പിന്നെ അതാ എനിക്ക് രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പണിക്കാർക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ആവശ്യമുള്ള വലിയുള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് രാജു വന്നത്. അങ്ങനെ ആ ക്യാമറ അവിടെ ഓഫാക്കിട്ടോ. രാജുവിന് എന്തോ അവിടുന്ന് വീതൽമെന്ന് എടുക്കാൻ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടുന്ന് ക്യാമറ ഒക്കെ ഓണാക്കി. പിന്നെ രണ്ടാമതെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അതിൻ്റെ ഇടയിൽ വലിയുള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. ചിക്കനുള്ള ഉള്ളി വാട്ടിയെടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ എളുപ്പത്തിൽ നിങ്ങൾ കറി ഉണ്ടാക്കുക. ചിലപ്പോൾ ഇന്നിപ്പോൾ തീർക്കാനുള്ള പണിയാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പത്തിൽ പണി തീരുകയാണെങ്കിൽ, അതായത് 1 മണീൻ്റെ മുന്നൊക്കെ തീരുകയാണെങ്കിലോ അപ്പോൾ ഇതിന് നമ്മളെ കറി ആക്കിയെടുക്കണമല്ലോ. അപ്പം നമ്മൾ ചായക്കടിയൊക്കെ ആയതിന് ശേഷം മക്കൾ അതിൻ്റെ ഇടയിൽ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഓൽക്കുള്ള ചായയും കടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാക്കണ് ചെമ്പട്ടിയിലാട്ടോ കറി ഉണ്ടാക്കി എടുക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വലിയുള്ളി ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പിലും കൂടെ അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഉള്ളി വാട്ടണ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കൂല കേട്ടോ. വലിയുള്ളി നല്ലോണം ഇങ്ങോട്ട് വേവായതിന് ശേഷം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെന്താ സംഭവം അറിയോ? ഇന്ന് പിന്നെ ചട്ടീൻ്റെ അടി ഇങ്ങോട്ട് കരിഞ്ഞ് വരൂല. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താണ്ടാണ് ഉള്ളി വാട്ടണ വെച്ചാൽ ഈ ഒരു ചട്ടീൻ്റെ അടിയൊക്കെ ഇങ്ങോട്ട് കരിഞ്ഞ് വരും. അപ്പോൾ ഞാൻ ഉപ്പിടാതെ ഉള്ളി ആദ്യം വാട്ടിയെടുക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ തക്കാളി ചേർക്കുമ്പോഴേ ഉപ്പിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പം വരില്ല. നിങ്ങൾ ഉപ്പിട്ടാണ്ട് ഉള്ളി വാട്ടി നോക്കി. ചെമ്പട്ടീൻ്റെ അടി, ഇനിയിപ്പോൾ ചീനച്ചട്ടി ആയാലും അതിൻ്റെ അടി മെല്ലെ കരിയാതെ ഇരിക്കൂലല്ലോ, ഉപ്പിടാതെ വാട്ടി ആ വലിയ പ്രശ്നം വരില്ല. പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചത് ചേർത്താണ്ട് അതിൻ്റെ പച്ചമണം മാറോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് കേട്ടോ പണിക്കാർക്കുള്ള ചിലവൊക്കെ ഉണ്ടാവല്. നമ്മൾ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓല് പറഞ്ഞു ചോറ് വേണ്ട പൊറാട്ട മതി എന്നാട്ടോ പറയൽ. അങ്ങനെ ഉച്ചക്കുള്ള ഭക്ഷണം നമ്മൾ കൊണ്ട് കൊടുക്കും കേട്ടോ. പൊറാട്ട ഹോട്ടലിൽ നിന്ന് വാങ്ങിയാണ്ട് ഇവർക്ക് കൊണ്ട് കൊടുക്കലാട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ചിക്കനും നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് രാവിലെ ചേച്ചി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ചോറ് വെക്കണ്ട, ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്, പണിക്കാർക്ക് ഇന്ന് ചിലവ് ഇവിടെ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചിനോട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നാഴി അരി ഇട്ട് വെച്ചളി, എന്നാൽ കഞ്ഞി ആവശ്യമുള്ളവർക്ക് കുടിക്കാമല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ മക്കളെ നമ്മൾ ഇന്ന് വെച്ച ചോറ് എന്ന് പറഞ്ഞാൽ ഒരു നാഴി അരി ഇട്ടാണ്ട് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. അവിടെ പൊടികളൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താണ്ട് നമുക്ക് അടപ്പത്തേക്ക് അത് മാറ്റണം. അതിന് വേണ്ടിയാണ് അടുപ്പിൽ തീ കത്തിക്കണത്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് അതിൻ്റെ ഇടയിൽ ചേച്ചി പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ കറി അടുപ്പത്ത് വെച്ചാണ്ട് ഞാൻ പറഞ്ഞു, അല്ല ഇനി എന്താ ചോറ് വെക്കണ്ടേന്ന് ചോദിച്ചു. പണിക്കാരോട് ചോദിച്ചു നോക്കി, ചോറ് ഇവിടെ നിന്ന് തിന്നാന്നും കൂടെ പറഞ്ഞു നോക്കിയെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ പണിക്കാരോട് പറഞ്ഞു, നമ്മൾ വീട്ടിൽ ഫുഡ് ഒരുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് തിന്നാൽ മതി, ചോറൊക്കെ ഇവിടെ നിന്ന് തിന്നാന്ന് പറഞ്ഞു. അപ്പോൾ പണിക്കാരെന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് ചോറ് വേണ്ട കാക്ക, പൊറാട്ട മതി, പൊറാട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു, ചോറാക്കാം, ചോറ് തിന്നാന്ന്. പക്ഷെ ഓൽക്ക് പൊറാട്ട കിട്ടിയേ മതിയാവും, ചോറ് വേണ്ടാന്ന് തന്നെ പറയണേ. എന്ത് ചെയ്യണം? പിന്നെ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ചും കൂടെ ചോറ് വെക്കാമെന്ന്. നെയ്ച്ചോറിൻ്റെ അരി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടെന്നാ, പണിക്കാർ വേണ്ടാന്നും പറഞ്ഞു. എന്നാൽ പിന്നെ നെയ്ച്ചോറ് പിന്നെ ഒരിക്കൽ
വെക്കാം, പിന്നെ ഒരു ദിവസം വെക്കാം. എന്തായാലും ഞാൻ ഈ ചിക്കൻ വെന്തിട്ട് വേഗം വെറും ചോറും കൂടെ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എന്താ നെയ്ച്ചോറ് വെക്കാത്തതെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ വലിയ പെരുന്നാൾ വരികയല്ലേ, അപ്പം അന്നത്തെ ദിവസം വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ചിക്കനക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലേൻ്റെ ഒരു നുള്ള്, മല്ലിപ്പൊടി ആവശ്യത്തിന്, മുളകും പൊടി, ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുത്താണ്ട് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്താണ്ട് ഇതാ ചിക്കന് കഴുകി വൃത്തിയാക്കിയ ചിക്കന് ആ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം പൊടിയാളെ പച്ചമണം മാറിയതിന് ശേഷം ഇതാ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ. പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ താഴെ ഇതാ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾന്നൊരു ഓപ്ഷൻ വരും, കുടമണി ചിഹ്നം. അതും കൂടെ പ്രസ് ചെയ്താലും നമ്മൾ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ ഫോണിലേക്ക് ദിവസം അങ്ങോട്ട് എത്തുള്ളൂ കേട്ടോ. ഒന്ന് പിന്നെ മറക്കല്ല കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കറിയാണല്ലോ ആക്കേണ്ടത്. പൊറോട്ടൊക്കെ ആണെങ്കിൽ കറി വേണം. ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ ചിക്കൻ തികഞ്ഞിട്ടില്ലെങ്കിലോ. ഓല് 5 ആൾക്കാരുണ്ട്, പിന്നെ നമ്മൾ വീട്ടുകാരും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കറിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതാ പാകത്തിനുള്ള കറിയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കറിവേപ്പില അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏടത്തിയമ്മേൻ്റെ അവിടെ മരത്തുമെന്ന് പോയി പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കറിവേപ്പില. നമ്മളെ തൊടിയിലുള്ളതുകൊണ്ട് പിന്നെ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. എന്നാലും പച്ചക്കറിയൊക്കെ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ കറിവേപ്പില വാങ്ങലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാണ്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തീയൊക്കെ അതാ ഉഷാറായിട്ട് കത്തിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നൊക്കെ നല്ല മഴയായിരുന്നു അല്ലേ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചൻ്റെ തലേ ദിവസം വരെ മഴയായിരുന്നു. അതായത് ശനിയാഴ്ച ഒക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരെ പ്രാർത്ഥന ഉണ്ടാവും. കാരണം മഴ ഒന്ന് വിട്ട് നിന്നാലേ നമ്മളെ വീടിൻ്റെ തേപ്പൊക്കെ ഇങ്ങോട്ട് ഫുള്ളായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതെന്താ വെച്ചാൽ പുറം ഭാഗം തേക്കാനാണ്. ഫസ്റ്റ് തന്നെ പുറം ഭാഗം തേച്ചാൽ പിന്നെ ഉള്ളിലത്തെ തേപ്പ് ഇങ്ങോട്ട് കഴിച്ചാൽ മതിയെന്ന് മഴ ഉണ്ടെങ്കിലും. ഇത് പറഞ്ഞാൽ നമ്മളെ വീടിന് മുഴുവൻ ഇങ്ങോട്ട് ഷീറ്റ് ഇടും. ഷീറ്റ് ഇട്ടാണ്ട് 3.5-4 കിലോ ഷീറ്റ് വാങ്ങി കൊണ്ടുവന്നാണ്ടാണ് വീട് പണി എടുത്തേന്നത്, തേപ്പ് കഴിച്ചേന്നത്. അതായിരുന്നു നമ്മളെ അവസ്ഥ. എന്തായാലും ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ. അതന്നെ ഒരു വലിയ സമാധാനം. മഴക്കാറ് വരുന്നാലും ഓരോ തുള്ളി ഇടുമ്പോൾ നമ്മൾ പേടിക്കും കേട്ടോ. പടച്ചോനെ മഴ പെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തായാലും ആശ്വാസത്തിന് മഴ പെയ്തില്ല. അതിൻ്റെ ഇടയിൽ അതാ മക്കളെ കറിയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി കൊടുത്താണ്ട് പിന്നെ എന്താട്ടി പാകത്തിനുള്ള ഉപ്പുണ്ടോ നോക്കി. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ആമ വെച്ച് നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ പണിക്കാർ തണുത്തെള്ളം ചോദിച്ചേന്നു കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുനിന്ന് വീട്ടിൽ നിന്ന് ചോദിച്ചു ഐസ് ഉണ്ടോ ചോദിച്ചു. അപ്പം ഉണ്ട് എന്ന് പറഞ്ഞു. പോലും തണുത്ത ഐസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്തള്ളം തന്നിട്ടുണ്ട് എന്ന് പറയാൻ നിൽക്കുന്നു. അപ്പോൾ സൂര്യമോൾക്കാണെങ്കിൽ ഈ ഐസും കട്ട വലിയ ഇഷ്ടാട്ടോ. അത് വല്ലാതെ തിന്നാനും അയക്കലില്ല. ജലദോഷം പിടിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. കാരണം സ്കൂളൊക്കെ തുറക്കല്ലേ. സ്കൂളില്ലാത്ത സമയത്താണ് മക്കൾക്കൊന്നും വല്ല അസുഖങ്ങൾ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ അങ്ങോട്ട് ഉണ്ടാക്കും ഓരോ ജലദോഷം പനിയും അല്ലേ. അപ്പോൾ ഇതാക്കണ് ഞാൻ സൂര്യമോണ്ട് വല്ലാതെ തിന്നല്ലേ ഐസും കട്ടാന്ന് പറഞ്ഞാണ്ട് കേട്ടോ. ആ പൂളാണെങ്കിൽ അത് എടുക്കുകയാണ്. അങ്ങനെ അത് ഞാൻ പാകത്തിനുള്ള തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ അതേപോലെ മുഴുവനായിട്ട് കൊടുക്കണമൊന്നുമില്ല. ഇനി അതിക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓല് ചുടുവെള്ളം കൊടുത്താൽ ചുടുവെള്ളം വേണ്ട പച്ചവെള്ളം മതി എന്ന് പറയല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പച്ചവെള്ളം കണ്ടറിഞ്ഞ് കൊടുക്കല. ചുക്കവെള്ളം തണുപ്പിച്ച് കൊടുത്താൽ ഇത് വേണ്ടാന്ന് പറയും കേട്ടോ. അങ്ങനെ ഇതാക്കണ ഇത് എന്തിനുള്ള കൊത്തി കളക്കലാന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കണമല്ല, 2 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കണത്. അതിന് വേണ്ടിയിട്ടുള്ള കൊത്തിക്കളക്കലാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനും കുറച്ച് കൊത്തി. പിന്നെ ഇത് പറഞ്ഞാൽ ഇവിടുത്തെ ഏട്ടനാട്ടോ, ഇവിടെ അച്ഛൻ്റെ പെങ്ങളം മോനാട്ടോ. ഇത് ഇവിടെ അപ്പുറത്താണ് വീട്, അതായത് നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താട്ടോ വീട്. അപ്പോൾ ഇതാ ഞാനത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു കുഞ്ഞാ കുറച്ചൊക്കെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ മക്കളെ നമ്മളെ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ ഇതാ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടപ്പത്തുനിന്ന് ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറിയൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ. കറിവെള്ളം ഇത്രയും നിന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു തന്നില്ലേ പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കില്ല. പണിക്കാർക്ക് വെക്കാനുള്ള സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നമ്മളെ ലാസ്റ്റ് പണിയും. അപ്പോൾ പണിക്കാർക്ക് നമ്മൾ ഫുഡ് ഒരുക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിൻ്റെ സന്തോഷത്തിൽ അതിൻ്റെ ഇടയിലാണ് പൊറാട്ട മതി, ചോറ് വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചോറ് ഒഴിവാക്കി ചിക്കൻ കറിയും പൊറാട്ട ആക്കാമെന്ന് വിചാരിച്ചു. എന്നാലും നമ്മൾ ചിക്കൻ വന്ന് വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതാ മഴ കാരണം പൊട്ടി പൊളിഞ്ഞ കുറച്ച് തേപ്പ് ഭാഗങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ തേക്കാണ്ട് ആ കോണിയുമ്പം കയറിക്കാണ്ട്
হাই গাইস, আমি ভালো নাই, আমি সুগাবিল্লা, আমি ভালো ইল্লা ভাই বাংলা মালয়ালাম হিন্দি মিসাল അപ്പോൾ പണിക്കാരെന്നെ ഇടയ്ക്ക് കളച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ ഒരു പറയണ വെച്ചാൽ ഞങ്ങൾക്ക് നെഞ്ഞ് വേനിക്കുന്നുണ്ട്, കളക്കാൻ കഴിയില്ല കേട്ടോ എന്നാ. അപ്പോൾ അതുകൊണ്ടാട്ടോ വിഷ്ണുവിൻ്റെ അച്ഛനൊക്കെ കളച്ചു കൊടുത്തത്. അങ്ങനെ മുറ്റത്തിനുള്ള സ്റ്റെപ്പിനുള്ളത് ഒരുപാട് ഇങ്ങോട്ടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നത്, വേറെ ഒന്നിനല്ല. എന്താ പടപ്പത്ത് ചോറില്ലേ ചോദിച്ചത്. ഞാൻ നേരത്തെ കുറച്ച് ചോറ് കാണിച്ചു തന്നില്ലേ, അതാട്ടോ ചേച്ചി വെച്ച ചോറ്. ചേച്ചിനോട് ഞാൻ തന്നെ പറഞ്ഞത് കുറച്ച് അരി ഇട്ടാൽ മതി, ഞാൻ നെയ്ച്ചോറ് വെക്കുന്നുണ്ട് എന്ന്. അങ്ങനെ കുറച്ച് ചോറുള്ളൂ. അപ്പം ഞാൻ എന്താട്ടി വൈകുന്നേരത്തിന്, അതായത് രാത്രിയൊക്കെ കണ്ടുള്ള ചോറാട്ടോ ഇനി ഞാൻ ഉണ്ടാക്കണത്. സമയം എന്ന് പറഞ്ഞാൽ 1 മണിയൊക്കെ ആവണുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എൻ്റെ ചോറൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ അലക്കലും കുളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പണിക്കാർക്കുള്ള ഫുഡ് ഇതാ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ തണുത്ത വെള്ളം ഇനിയുണ്ടോ ചോദിച്ചു. തണുത്ത വെള്ളം ഉണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കട്ടത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന പണിക്കാർ ബംഗാളികൾക്ക് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ വലിയ ഇഷ്ടവും സന്തോഷമായിട്ടാക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഓലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഇതിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, അത് കാരണമാണ് വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിരുന്നു കേട്ടോ. എന്നിട്ട് ഓലെന്നെ പറഞ്ഞു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓലെ ഒരു സന്തോഷം കൂട്ടുകാരും കണ്ടില്ലേ. അങ്ങനെ ഓൽക്ക് വീഡിയോയിൽ നിൽക്കണ കാര്യത്തിൽ ഇഷ്ടം. നമ്മൾ വീഡിയോ എടുക്കാതെ നിൽക്കണ കണ്ടാൽ കാക്ക വീഡിയോ എടുക്കിയെന്ന് ഓലെന്നെ പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷമാട്ടോ. അങ്ങനെ അതാ കറിയൊക്കെ ആയി. എന്നാലും ഞാൻ ഓൽക്ക് കൊടുക്കാൻ നേരത്ത് ഓൽക്കുള്ള വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ഉപ്പുണ്ടോ നോക്കിയപ്പോൾ ഒരു നുള്ളു ഉപ്പിൻ്റെ കുറവ് എനിക്ക് തോന്നി. അപ്പോൾ രാജു വന്ന് പറഞ്ഞു, ഞാൻ രാജുവിനോടും ചോദിച്ചു കേട്ടോ കറി എങ്ങനെ ഉണ്ട് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് തോന്നുന്നു. കാരണം അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഓൽക്കുള്ള ഫുഡ് കൊടുക്കട്ടെ. ചിക്കൻ കറി ഇതാ പാത്രത്തിൽ ആക്കാൻ കേട്ടോ. കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കേണ്ട പോലെ ആളുണ്ടല്ലോ, അപ്പോൾ ഓൽക്ക് എല്ലാവർക്കും തികയണമല്ലോ. പിന്നെ ഇതാ പൊറാട്ട ഞാൻ പ്ലേറ്റ് വേറെ പുറമെ വാങ്ങാൻ പറഞ്ഞതാട്ടോ. പിന്നെ പൊറാട്ട ഇതാ എല്ലാവർക്കും ഉള്ളത് കണ്ട് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഊരി വെച്ചോളും. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്, പകുതി വേവിൽ ഊറ്റിയതാട്ടോ. ഇനിയിപ്പോൾ രാത്രിയേക്കും വേണ്ട. അങ്ങനെ ചോറായിട്ടുണ്ട്, ഇതും കൂടെ ഊറ്റിയെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ ഇതാക്കണം ഇനി എത്ര പൊറാട്ട ഉണ്ട് ബാക്കിയെന്ന് ചോദിക്കാട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി 2 ഉള്ളൂ, രാവിലെ 2 ഞാനും വിഷ്ണുവും തിന്നു, ഇനി 2 ഉള്ളൂ എന്ന് പറഞ്ഞിട്ടോ. സൂര്യമോൾക്ക് അപ്പോൾ കൊടുത്തപ്പോൾ സൂര്യമോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജു പിന്നെ പൊറാട്ട അങ്ങനെ തിന്നൂല, പിന്നെ ചേച്ചിയല്ലേ, അപ്പോൾ ചേച്ചിക്കുള്ളതും ഉണ്ട് ടൈല്. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനും വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇതാ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓൽക്കുള്ള ചായയും കടിയൊക്കെ കൊണ്ടു കൊടുത്തുട്ടോ. ചായ വല്ലാണ്ട് ഓല് കുടിക്കൊന്നുമില്ല, എന്നാലും നമ്മൾ ചായ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അതിൻ്റെ ഇടയിലാണ് സൂര്യമോള് എനിക്കും വേണം പൊറാട്ട തരീന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അവിടെ. ഞോൾക്കുള്ള ഒരും കൂടെ ഞാൻ കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഇതാ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി തേപ്പൊക്കെ കഴിഞ്ഞു. പണിക്കാരെ സാധനങ്ങളൊക്കെ കൊണ്ട് പോകാനുള്ള വണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഓലിതാ അതിൽ ഓരോ സാധനങ്ങൾ കയറ്റുകയാണ്. അങ്ങനെ ഓരോ പണി കഴിഞ്ഞ് ഓല് പോവുകയാണ്. ഇനി വേറെ പണി ഏറ്റിട്ടുണ്ട്. അങ്ങോട്ടാണ് അടുത്ത ദിവസം, അതായത് ഇനി അടുത്ത ദിവസം പോണത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ മക്കളെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമ്മളെ വീടിൻ്റെ തേപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം ആശ്വാസം ആയിട്ടുണ്ട്. പിന്നെ വരുമെന്ന് പറഞ്ഞാൽ എപ്പോഴും സിഗരറ്റൊക്കെ വലിച്ചോണ്ടാല്ലേ. പിന്നെ ഇതാ ടാറ്റൊക്കെ തന്നിട്ടാട്ടോ ഇവർ സന്തോഷത്തോടെ പോവാട്ടോ. ഓല് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് റെക്കോർഡാക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ അവിടെ രാജു സിനിമ കാണാം കേട്ടോ. രാജു കുട്ടികളൊക്കെ സിനിമ കാണുന്നുണ്ട് ഫോണിൽ. തുടരുന്നുള്ള മൂവി ആട്ടോ കണ്ടുകൊണ്ടിരിക്കണത്. പിന്നെ എനിക്ക് ഇത് തർജ്ജമ ചെയ്ത് പറഞ്ഞുതരാൻ കഴിയൂല, അതുകൊണ്ടാട്ടോ അങ്ങനെ അതേപോലെ എല്ലാവരും പോണത്. ഞാനും ഈ ഒരു വീഡിയോ എടുത്ത ശേഷം കേട്ടോ കാണുന്നത്. ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് ഞാൻ ഉറങ്ങി പോയിട്ടുണ്ട്. പിന്നെ പണിക്കാർ പോയതൊന്നും ഞാനും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞത് എന്നാ ഫോണ് ഈ എല്ലാം ഉറക്കേന്നല്ല പറഞ്ഞു. ഞാൻ ചോദിച്ചു പണിക്കാരൊക്കെ ഇവിടെ പോയി ചോദിച്ചാൽ ആ ഓലൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ഇതാ ഓല് പണിക്കാർ പോകണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു എഡിറ്റിൻ്റെ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നത്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണമല്ലോ. അങ്ങനെ ഓല് പോയി. വീടിൻ്റെ തേപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ, ഉഷാറാണ്, നല്ല ഫിനിഷിങ് ഉണ്ട്. അതിൽ തന്നെ വലിയ സന്തോഷം. അങ്ങനെ നമ്മളെ വീടിൻ്റെ തേപ്പ് ഇതാ മക്കളെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞപ്പോൾ ഒരു സമാധാനമായത്. ഇതാക്കണം ഇനി ഒരുപാട് പണികൾ ഇവിടെ ബാക്കിയുണ്ട്.
ഇതെന്ന് പറഞ്ഞാൽ ആ പെയിൻറ്റ് സിമെൻ്റായ ബക്കറ്റൊക്കെ കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. ഇനി ഈ ഡ്രമ്മൊക്കെ ഒന്ന് അരച്ച് വൃത്തിയാക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, 2 സ്റ്റെപ്പ്. ഞാൻ അതിൽ വരണ്ട കുഞ്ഞ്, ഇവിടെ അവിടെ ശ്രദ്ധിക്കട്ടോ. ഇവിടെ ഇനി ചെറിയൊരു പ്ലാനും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഞാൻ വഴിയേ പറയാം, ഞാനിപ്പോൾ പറയണില്ല. എന്തായാലും നമ്മളെ കൂട്ടുകാർ കൊണ്ട് പറയാതിരിക്കൂല. അമ്മേ കുഞ്ഞേ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ നടക്ക്. ഇങ്ങോട്ട് പോര്. സൂര്യമുള മുടിയൊക്കെ വൃത്തിയിൽ കെട്ടി കൊടുത്തേന്ന് കേട്ടോ. പക്ഷെ ഓളെന്നെ സ്വയം അയച്ചിട്ടതാണ്. എന്നിട്ട് ആകപ്പാട് ഓള് പരത്തിയിട്ടതാ. ഇപ്പം എൻ്റെ മുടി കെട്ടണ്ടെന്ന് പറഞ്ഞാണ്ട് കേട്ടോ. നമ്മളെ സൂര്യമുള മുടി കെട്ടിക്കൊടുത്തില്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ പറയും സൂര്യമുള മുടി വൃത്തിയാക്കി കെട്ടിക്കൊടുത്തൂടെയെന്ന്. അത് ഓളിപ്പം അയച്ചിട്ടതാ. കണ്ടോ, ഇവിടൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കണം, ഇതാക്കണം. കുഞ്ഞേ കൈയിടല്ലേ സിമെൻറ്റിൽ കൈയിടല്ലേ. ഇതാ ഇവിടെ അടിച്ചു വരും, ഞാൻ അടിച്ചു വരുന്നു. അടിക്കാട്ടുമുറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചൂലുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒക്കത്തും വെച്ചുകൊണ്ട് വീഡിയോ എടുക്കണം. ഞാൻ അടിച്ചൊരു വൃത്തിയാക്കാണ്. ഞാനും സൂര്യമുള എന്ന് ഇവിടെ അടിച്ചൊരു വൃത്തിയാക്കി വന്നത്. ഇപ്പോൾ വിഷ്ണു വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി സന്തോഷം പറയാനുള്ളത് ഷാഫിനോടാണ്. വേറെ ഒന്നുമല്ല, ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് തോന്നുന്നത്. ഒരു മാസമായപ്പോഴത്തേനും നമ്മളെ ഈ പ്ലാന് നമ്മൾ വിചാരിച്ച പോലൊക്കെ സാക്ഷാത്കരിച്ച് തന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഈ ഒരു ഭംഗിയും ഒക്കെ ആക്കി കൂട്ടിയത് നമ്മളെ വീട് പണിയെടുത്ത് ഷാഫിയാണ് കേട്ടോ. കുഞ്ഞേ ഷാഫിക്കാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം പറയാം. പിന്നെന്ന് പറഞ്ഞപ്പോൾ തേപ്പും കഴിഞ്ഞു. ഇപ്പൊ ഒക്കെ ഒരു സന്തോഷം. തേപ്പ് അങ്ങനെ കഴിഞ്ഞു. സൂര്യ അടിയിട്ടും വികൃതി ആട്ടല്ലേ. പിന്നെന്ന് പറഞ്ഞാല് ഭയങ്കര സന്തോഷമായോ കുഞ്ഞ്? ഇനി എന്താ അടുത്ത പണി? നാളെ സ്കൂളില്ലേ? സ്കൂളിൽ പോണ്ടേ സൂര്യ? ഈ സൂപ്പറാ സന്തോഷ സ്കൂളിൽ പോണ കാര്യത്തിൽ. ഇങ്ങനെ ആട്ട് സൂര്യ, ഇങ്ങോട്ട് വെക്ക്. ഇങ്ങനെ ആട്ട്. പൊടി മഞ്ഞപ്പൊടിയൊന്നും അല്ലാത്. വിഷ്ണു നാളെ പുതിയ സ്കൂൾക്ക്. ഏത് സ്കൂൾക്കാ പറഞ്ഞു കൊടുത്തേ? വണ്ടൂര് VMC. എത്രാം ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്. സൂര്യമോള് LKG കൂട്ടോ. പിന്നെ ഇതാ അവിടെ പണിക്കാർ ചായ കുടിച്ചത്. ഓൽക്കിന്ന് ചോറൊക്കെ വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഓലെന്നെ പിന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മളെ ഹോം ടൂർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹോം ടൂർ കാണിക്കുക. പക്ഷെ ഇപ്പോൾ പണികൾ പറഞ്ഞാൽ തേപ്പ് കഴിഞ്ഞപ്പോൾ സമാധാനമായിരുന്നു. എന്നാലും ബാക്കി പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫുൾ പണികൾ കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. ഹോം ടൂർ പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ എന്താ ഹോമിന് പറയാ? വീട് അല്ല കുഞ്ഞെ, വീടിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ കാണിക്കാനേ. അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇതൊക്കെ തന്നെയാണ് മക്കളെ. നമ്മളെ വീട് പണി അങ്ങോട്ട് കഴിഞ്ഞു എന്ന് പറയാം. തേപ്പ് കേട്ടോ. ഇനി ബാക്കി പണിയൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യക്കുട്ടൻ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മോനാണ്. ആദ്യം ചെറുതായെന്ന് ഈ വീട്ടിൽ കയറി വന്നപ്പോൾ അന്ന് വാർപ്പ് കഴിഞ്ഞിട്ടില്ലെന്ന്. എന്നിട്ട് ആ മോൻ എന്താ പറഞ്ഞത് വെച്ചാൽ, നിങ്ങളെ വീട്ടിൽ കയറി ആകാശം കാണും, പക്ഷെ ഞങ്ങളെ വീട്ടിൽ വന്ന് കയറിയാൽ ആകാശം കാണില്ല. അതെന്താ ചോദിച്ചെന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വാർപ്പ് കഴിഞ്ഞിട്ടില്ല, ഇനി വാർപ്പ് കഴിഞ്ഞാൽ ആകാശം കാണൂല, നിങ്ങളെ വീടിൻ്റെ പോലെ തന്നെ ആവും എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആ കാര്യം ഞാൻ ഓനോട് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടോ ഓൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ ഇതൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ പണിക്കാർ പോയതിന് ശേഷം ഇവിടെ അടിച്ചുവരി ഒരുപാട് വൃത്തിയാക്കാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ചുവരി വൃത്തിയാക്കി. അങ്ങനെ നമ്മളെ വീട് ഇനി വൃത്തിയിൽ കാണുന്നതാണ് നമുക്കും സന്തോഷം കേട്ടോ. ഇനി അങ്ങോട്ടല്ല എന്നും വീടിൻ്റെ ഓരോ പണികൾ കഴിയുമ്പോഴും ഞാൻ വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും വിഷ്ണുവിൻ്റെ അച്ഛൻ വൃത്തിയാക്കിയിടും കേട്ടോ. അപ്പോൾ മക്കളെ വിശേഷങ്ങൾ വീഡിയോ എത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ. ഇനി എന്തായാലും നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ. താങ്ക് യു.